ചെറിയൊരു ഡയറ്റ് എടുക്കാമെന്ന് വിചാരിച്ചേനു കഴിഞ്ഞ ദിവസം മുതൽ. പക്ഷേ നടന്നില്ല. പാളിപ്പോയി. ഇനി അത് നടക്കുന്നും തോന്നുന്നില്ല. എന്തെങ്കിലും ലൈറ്റായിട്ട് വെജിറ്റേറിയൻ ഐറ്റംസ് മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം പുറത്തിറങ്ങിയ ഞാനാ. പിന്നെ എന്നാ നടന്നേന്നല്ലോ പറഞ്ഞുതരാം. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ച ചിക്കൻ ബിരിയാണിയാണ്. കുറച്ചായി വീട്ടിലൊരു ബിരിയാണി ആക്കിയിട്ട്. അപ്പോൾ ഇന്നലെ രാവിലെ ഒരു 11 മണിക്ക് ചക്കരക്കല്ലിൽ പോയിട്ട് ഒരു 1.5 കിലോ ചിക്കൻ വാങ്ങി ബിരിയാണി അരി വാങ്ങിയിട്ട് വീട്ടിൽ കുറച്ച് ബിരിയാണി ആക്കിയിട്ടേ. ഞാൻ വാങ്ങിയ ബിരിയാണി അരി ചെറുതായിട്ട് മാറിപ്പോയപ്പാ. അതുകൊണ്ട് ആ ഒരു മജ കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഉരുണ്ട ടൈപ്പായി ബിരിയാണി അരിയായിരുന്നു. അങ്ങനെ ആ ബിരിയാണി കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. എന്നിട്ട് വൈകുന്നേരമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് പോവാ അല്ലെങ്കിൽ ഇന്നത് കഴിക്കുക അങ്ങനെയൊന്നും തീരുമാനിച്ചുറപ്പിച്ചിട്ടൊന്നും ആയിരുന്നില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എങ്ങോട്ടെങ്കിലും പോവാ, എവിടെയെങ്കിലും എത്തുമ്പോൾ എന്തെങ്കിലും വിശക്കുമ്പോൾ എവിടെയെങ്കിലും കയറിയിട്ട് ലൈറ്റായിട്ട് കഴിക്കാനായിരുന്നു തീരുമാനം. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്കാ ഒരു സ്പോട്ടിൽ നല്ല ലൈറ്റും പാട്ടും പിന്നെ കുറച്ച് ആളുകളെല്ലാം കണ്ട്. ഞാനും മെല്ലെ അവിടെ വണ്ടി സൈഡാക്കിയിട്ട് അങ്ങോട്ട് കയറിയേ. ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് ഇങ്ങ് കയറി വരുമ്പം തന്നെ കാണുന്നത് ചിക്കൻ ഷവർമയും പിന്നെ നമ്മളെ ചിക്കൻ ഷവായിയെല്ലാം ഉണ്ടല്ലോ, നരകത്തിലെ കോഴി അതെല്ലാമാണ്. അപ്പോൾ ആദ്യം തന്നെ ഇടുന്ന ഒരു നോർമൽ ചിക്കൻ ഷവർമ ഓർഡർ ചെയ്ത് റുമാലി റൊട്ടിയിൽ വരുന്ന, പിന്നെ ഒരു ചിക്കൻ ഷവായും പറഞ്ഞ്. അത് ക്വാർട്ടറോ ഹാഫോ ഒന്നും അല്ലേ, ഒരു ഫുൾ ചിക്കൻ ഷവായ തന്നെയാണ് പറഞ്ഞത്. ഷവായ കഴിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒന്ന് ഫുള്ളെങ്കും കഴിക്കണം അപ്പം അല്ലേ. എന്നാലേ ആ കഴിച്ച് ഒരു മജ വരുള്ളൂ. അല്ലാണ്ട് ഇത് ക്വാർട്ടറിലും കഴിച്ചിട്ട് ഇത് ഏടെയാവാനാ. അപ്പോൾ ആ ഷവർമ റെഡിയാക്കിയിട്ട് അവിടുന്ന് ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ചിക്കൻ ഷവായൻ്റെ കൂടെ ഇവിടെ കോമ്പിനേഷൻ എന്നാണെന്നറിയാം, റുമാലി റൊട്ടിയും പിന്നെ കുബൂസലും ഉണ്ട്. പക്ഷേ ഞാനത് രണ്ടും വേണ്ടാന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് ഒരു 2 നല്ല അടിച്ച് സെറ്റാക്കി ചൂട് പൊറോട്ട എടുത്തോന്ന്. നല്ല ഫ്രഷ് പൊറോട്ട ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ചൂടോടെ ആക്കിയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്ന കാഴ്ച കണ്ടേരോ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൺട്രോൾ പോയിന് കേട്ടോ. അങ്ങനെ കൈയെല്ലാം കഴുകിയിട്ട് ആടെ ഇരുന്ന് അപ്പോഴത്തേക്കും ഫുൾ ആ ചിക്കൻ ഷവായി എത്തി, 2 പൊറോട്ട എത്തി, ചിക്കൻ ഷവർമ എത്തിയേ. ആദ്യം തന്നെ കഴിച്ചത് ഈ ചിക്കൻ ഷവർമയാണ്. ഭയങ്കര ടേസ്റ്റുള്ള ഷവർമ, ഒരു രക്ഷയില്ല. അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല, പക്ഷേ എന്തായാലും ഒരു എബോവ് ആവറേജ് ഷവർമ തന്നെയായിരുന്നു അത്. അങ്ങനെ ഷവർമയും അതിൻ്റെ കൂടെയുള്ള പിക്കിളെല്ലാം കഴിച്ചതിന് ശേഷമോ പിന്നെ മെല്ലെ ഞാൻ ഈ പൊറോട്ടയിലേക്ക് കൈവച്ച് കേട്ടോ. ആ ഷവർമ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പൊറോട്ട ലേശം ഒന്ന് തണുത്ത് പോയിനെ. പിന്നെ ലേറ്റാക്കാണ്ട് ആ പൊറോട്ട ചിക്കൻ ഷവായിൻ്റെ കൂടെ ചേർത്ത് പിടിച്ച്. എന്നിട്ട് ഈ നരകത്തിലെ കോഴീൻ്റെ കാലില്ലേ, ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് പറിച്ചെടുക്കാൻ നോക്കിയേ. കുറച്ച് നല്ല ഉറപ്പുണ്ട് കേട്ടോ, അതിൻ്റെ ജോയിൻറ്റ് നല്ല സെറ്റാന്ന് തോന്നുന്നു. പക്ഷേ ലേശം കഷ്ടപ്പെട്ടിട്ട് പൊള്ളുന്ന ആ ചിക്കണ്ണ കൈയെല്ലാം പൊള്ളിച്ചുകൊണ്ട് ഞാനിങ്ങനെ കറക്കി ഇങ്ങനെ ചുറ്റിച്ച് ഇങ്ങോട്ട് പറിച്ചെടുത്തേ. പിന്നെ ആ കോഴീൻ്റെ കാല് മെല്ലെ അങ്ങോട്ട് കടിച്ച് പറിച്ച് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് യൂറിക് ആസിഡ് കൂടിപ്പോകുന്നുള്ളൊരു ചെറിയ കുറ്റബോധം എനിക്ക് ഉണ്ടേനു. പിന്നെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനത് അങ്ങോട്ട് മറന്നുപോയി. ഈ ചിക്കൻ ഷവായ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്, അഥവാ ഗ്രില്ലായിട്ടുണ്ട് കേട്ടോ. ഉള്ളെല്ലാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ പുറത്തെ ആ മസാല ഉണ്ടല്ലോ, ആ മസാല ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ അതിന് എവിടെയോ അനാവശ്യമായിട്ടുള്ളൊരു മുളകിൻ്റെ കുത്തൽ വല്ലാണ്ട് എടുത്ത് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ. പിന്നെ ആ മസാല വെറുതെ സ്റ്റൈലാക്കാൻ കൂട്ടിയിട്ട് പിറ്റേ ദിവസം രാവിലെ ബാക്കിൽ നിന്നും അധികം എരിയിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മസാല കുറച്ച് മാറ്റിയിട്ട് ചിക്കൻ ഷവായ മുഴുവനായിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചിനെ. എന്നിട്ട് കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയതിന് ശേഷമോ നെക്സ്റ്റ് ഐറ്റം ഓർഡർ ചെയ്ത്. അതിവിടുത്തെ ഈ ക്ലബ് സാൻഡ്വിച്ചാണ്. ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ക്ലബ് സാൻഡ്വിച്ച് കണ്ണൂർ വേറെ എവിടെയെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് 4 വലിയ ബ്രെഡിൻ്റെ പീസ് വെക്കുന്നുണ്ട്. എല്ലാ ബ്രെഡിൻ്റെ ഇടയിലും നല്ല പെരി പെരി മയോണൈസ് ഇല്ലേ, അത് നല്ലോണം ആക്കുന്നുണ്ട്. പിന്നെ ബുൾസൈ വെക്കുന്നുണ്ട്, 2 ലെയർ ചീസ് വെക്കുന്നുണ്ട്, പിന്നെ ചിക്കനും. അപ്പോൾ ആ ക്ലബ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്ത് അതിൻ്റെ ഇടയ്ക്കുണ്ട് 4 പിള്ളമാർ വന്നിട്ട് ഇടുന്ന ഒരു ക്ലാസിക് സിംഗർ ബർഗർ ഓർഡർ ചെയ്യുന്നത്. ഞാൻ അവരോട് ചോദിച്ചു അത് നല്ലതാണെന്ന്. അവർ പറഞ്ഞാൽ അടിപൊളിയാണ്, നമ്മളിടയ്ക്കേ വന്ന് കഴിക്കലുണ്ടെന്ന്. ഞാൻ പഠനം പറഞ്ഞു. എന്നാൽ പിന്നെ എനിക്കൊരു ക്ലാസിക് സിംഗർ ബർഗർ എടുത്തു വന്നേ. അപ്പോൾ എൻ്റെ ക്ലബ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്, പിന്നെ ആ ബർഗറും റെഡി ആയിട്ടുണ്ട്. ആദ്യം ഞാൻ കഴിച്ചത് ഈ ബർഗറാണ്. അത്യാവശ്യം കുറച്ച് ബർഗറെല്ലാം കഴിച്ചതിൻ്റെ ഒരു പരിചയത്തിൽ പറയുകയാണെങ്കിൽ ഈ ബർഗർ കാണാനങ്ങനെ ഭയങ്കര ലുക്കൊന്നുമില്ല. പക്ഷേ ഈ ഒരു ടൈപ്പിലുള്ള ബർഗർ കണ്ണൂരിൽ നിന്ന് ഞാൻ വേറെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇനി വലിയ പ്രതീക്ഷയില്ലാണ്ട് കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ക്ലാസിക് സിംഗർ ചിക്കൻ ബർഗർ. അതിന് ശേഷം കഴിച്ച് ഈ ക്ലബ് സാൻഡ്വിച്ചും ഉണ്ടല്ലോ, ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഹെവി ഐറ്റമാണ്. ആ റേറ്റിന് ശരിക്കും വേർത്ത് കേട്ടോ സാധനം. അപ്പോൾ ആ ബർഗറും പിന്നെ ആ സാൻഡ്വിച്ചും കഴിച്ചതിന് ശേഷം പിന്നെ ഞാനിവിടെ ഒരു തട്ടുകടയുണ്ട്. ആ തട്ടുകടയിൽ കുറേ എണ്ണക്കടികൾ ഉണ്ടാക്കും. ഞാൻ പോകുമ്പോൾ ഏകദേശം എല്ലാം തീർന്നിന്. പക്ഷേ അവരുണ്ടാക്കുന്ന എണ്ണക്കടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു വെളിച്ചെണ്ണേൻ്റെ എന്തോ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ ഇൻ്റർവെല്ലിൽ തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ആ വെളിച്ചെണ്ണ മാറ്റിക്കൊണ്ടേയിരിക്കുവേ. ഇതിവിടുത്തെ ഫ്രോസൺ സമൂസയാണ് കോഴിക്കോട് നിന്ന് വരുന്നത്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചില്ലി ചിക്കൻ പറഞ്ഞ്, ഇത് ചില്ലി ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന രംഗമാണ്. ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതും വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ആയിട്ടാക്കുന്ന ചില്ലി ചിക്കൻ മിക്കവാറും ഒരു റെസ്റ്റോറൻറ്റിലും ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്കൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ.
സാധാരണ ഇവിടുന്ന് എല്ലാവരും ചിക്കൻ ഷവായിൻ്റെ കൂടെ റുമാലി റൊട്ടിയാണ് കഴിക്കാറ്. ഞാൻ പിന്നെ അതിൻ്റെ കൂടെ പൊറോട്ട കഴിച്ചുകൊണ്ട് ഈ ചില്ലി ചിക്കൻ്റെ കൂടെ റുമാലി റൊട്ടി കഴിച്ചു പോയി കളിയാന്ന് വിചാരിച്ച്. എൻ്റെ കളി പിന്നെ എല്ലാം തല തിരിഞ്ഞിട്ടാണല്ലോ. ഏറെക്കുറെ ഇതേ ടേസ്റ്റുള്ളൊരു ചില്ലി ചിക്കൻ ഞാനൊരു സ്പോട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷേ അത് കണ്ണൂരിൽ നിന്നല്ല, എറണാകുളം MG റോഡിലെ സിലോൺ ബേക്ക് ഹൗസിലെ ആടത്തെ ചില്ലി ചിക്കൻ ഏകദേശം ഇതേപോലെയാണ്. പക്ഷേ ഇത്ര എരിവുണ്ടാവില്ല കേട്ടോ. ഇത് കുറച്ച് അതിനേക്കാൾ ഒരു പൊടിക്ക് സ്പൈസിയാണ്. പിന്നെ അത് കുറച്ചും കൂടി ഒരു ഓറഞ്ച് കളറാണ്. ഇതിന് കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറാണ്. ബോൺലെസ് പീസാണ് ഇതിൻ്റെ അകത്തുള്ള എല്ലാ ചിക്കൻ പീസും. ഇവിടെ ഞാൻ ഇങ്ങനത്തെ ഒരു ചില്ലി ചിക്കൻ ആയിരുന്നില്ല എക്സ്പെക്ട് ചെയ്തത്. എന്തായാലും സംഭവം കൊള്ളാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. അതിന് ശേഷം ഒരു ദഹി പാപ്പടിയും കഴിച്ച്. ഇവിടെ കുറച്ച് ചാട്ട് ഐറ്റംസും ഉണ്ട് കേട്ടോ. നല്ലോണം ചിക്കനെല്ലാം നിൽക്കാണ്ട് കഴിക്കുന്നല്ലേ, അപ്പം കുറച്ച് തൈരെല്ലാം പറ്റുന്നത്ര കഴിച്ചിട്ട് വയറിലൊന്ന് തണുപ്പിച്ചേക്കാം അല്ലേ. അപ്പോൾ അത് കഴിച്ച് അതിന് ശേഷം പാനിപൂരിയും കഴിച്ചു. ഇനി പാനിപൂരി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. പിന്നെ റോസ്റ്റഡ് അണ്ടിപ്പരിപ്പെല്ലാം ഇട്ടിട്ട് അടിക്കുന്ന ഒരു വിത്തൗട്ട് ഡ്രൈ ഫ്രൂട്ട് ഷേക്കും കുടിച്ചിന്. രഞ്ജിത്തേട്ടൻ്റെ ഒരു സ്പെഷ്യലാണെന്ന് പറഞ്ഞ സംഭവം ടേസ്റ്റ് ഉണ്ടിനും. അപ്പോൾ സ്പോട്ട് കൂത്തുപറമ്പ് തലശ്ശേരി റോട്ടിൽ പൂക്കോട് എത്തുന്നതിന് മുമ്പേ പാറാല് ലെഫ്റ്റ് സൈഡിലുള്ള ഈ വേദ കെഫെയാണ്. അപ്പം ശരി.